നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണി എങ്ങോട്ടാ പോയെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹരിയുടെ ഫോണിലേക്ക് ഏത് നമ്പറിൽ നിന്നാ വന്നേ? സുജാതാന്റിയുടെ നമ്പറിൽ നിന്ന്. നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരിനി തിരിച്ചു വരില്ല എന്ന്. എന്നിട്ട് മുന്നോട്ട് പോവും. ഒരുപക്ഷെ വീണയുടെ തിരിച്ചുവരവിന് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിലോ? മോളെ, അത് അമ്മ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഹരിയുടെ വീട്ടില് ഇപ്പൊ കല്യാണിയുടെ സ്വന്തം അമ്മയുണ്ട്. അവളെ പ്രസവിച്ച അമ്മ. ഞാൻ അതിന് പകരാവോ? ആവോ അമ്മേ? അത് മോളെ, ഒരു വാശിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ നമ്മൾ എല്ലാരും കൂടി ശ്രമിച്ചേ ചിലപ്പോ അവരെ ഒരുമിപ്പിക്കാൻ പറ്റും. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും വീണയെ മറികടന്ന് എന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമല്ലമ്മേ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി എന്നെ നിർബന്ധിക്കരുത്. സമ്മതിച്ചില്ല കല്യാണി. എന്റെ അമ്മയുടെയും നിന്റെ അച്ഛന്റെയും കല്യാണം നടക്കില്ല. ആദിയുടെ അമ്മയും എന്റെ അച്ഛനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയും കിട്ടിയേനെ. എന്ത് രസമായിരിക്കുമല്ലേ? എനിക്ക് ടീച്ചറമ്മ എന്ന് വിളിക്കായിരുന്നു. അമ്മയുടെ സ്വഭാവം എനിക്കറിയാം. അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. ആദി, ഞാനൊരു വഴി പറയട്ടെ? എന്താ? ഞാൻ ഇന്നാളൊരു സിനിമയെ കണ്ടതാ. ഒരു അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ വേണ്ടി അവരുടെ കുട്ടികൾ നാട് വിട്ടുപോയി. നമുക്കും അതുപോലെ ചെയ്താലോ? അയ്യോ, നാട് വിട്ടു പോവാനോ? അങ്ങനെ പോയ അമ്മ വിഷമിക്കത്തില്ലേ? കുറച്ച് വിഷമിക്കും. നമുക്ക് ദൂരെയൊന്നും പോവണ്ട. അവര് കല്യാണത്തിന് സമ്മതിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞാ മതി. അതിന് നാട് വിട്ടു പോവാൻ പൈസ വേണ്ടേ? നമ്മളുടെ കയ്യിൽ എവിടുന്നാ പൈസ? പൈസ എവിടുന്നെങ്കിലും ഒപ്പിക്കാതി. എന്തായാലും അച്ഛനും ടീച്ചറും തമ്മിലുള്ള കല്യാണം നടക്കണം. അപ്പൂപ്പൻ കാശ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ നോക്കിയാലോ? അമ്മൂമ്മ കാശ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കാണും, നമുക്ക് നോക്കാം. പൈസ ഇല്ലെങ്കിൽ ഞാൻ തന്നാ മതിയോ? അല്ല, എന്താ രണ്ടുപേരുടെയും പ്ലാൻ? അത് ഞങ്ങൾ മാത്രം അറിയേണ്ട കാര്യ. ആയിക്കോട്ടെ, പക്ഷേ കാശിന് ആവശ്യമുണ്ടല്ലോ. അതെന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കുമെന്ന് എനിക്കറിയാം. വേണ്ട, പിടിക്ക്. എന്തെങ്കിലും നല്ല കാര്യത്തിനല്ലേ? ആദി, എന്നാ നമുക്ക് പോയാലോ? നമ്മൾ പോയെന്നവരറിയണ്ടേ? അതിനെ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. എന്നാ ഞാൻ പോയി അമ്മയോടെ ഫോൺ എടുത്തിട്ട് വരാം. കല്യാണം ഇവിടെ നിന്നോ? you
മെസ്സേജ് അയക്കണം. ആ ഓക്കെ, ഹരിയങ്ങൾ അയച്ചു. ഇനി അടുത്തത് അമ്മയ്ക്ക് അയക്കാം. ഓക്കെ, ഞാൻ ഈ ഫോൺ കൊണ്ട് തിരിച്ചു വെക്കട്ടെ. ആ പൊക്കോ. കല്യാണി പോവാം. ആ ടീച്ചറും അച്ഛനും കല്യാണം കഴിക്കാന്ന് പറയാതെ നമ്മൾ തിരിച്ചു വരില്ല. ഓക്കെ ഓക്കെ. ആ വാ. ആദി, ആദി, കല്യാണി, കല്യാണി. എടാ എടാ നമ്മൾ ഇനി എന്ത് ചെയ്യും? എടാ പിള്ളേരിത് എങ്ങോട്ടാ പോയിരിക്കുന്നേ? അറിയില്ല. അമ്മ വാ. ആ ടീച്ചറെ, കല്യാണി എങ്ങോട്ടാ പോയെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹരിയുടെ ഫോണിലേക്ക് ഏത് നമ്പറിൽ നിന്നാ വന്നേ? സുജാതാന്റിയുടെ നമ്പറിൽ നിന്ന്. നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരിനി തിരിച്ചു വരില്ല എന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.